ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. ടീച്ചർ പോകുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാമോ, ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹരിയാന ഒന്ന് കാണിക്കാമോ എന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇതാണ് നമ്മുടെ ഹരിയാനയിൽ ഞാൻ നിൽക്കുന്ന വീടാണ് കേട്ടോ. നമ്മൾ റെൻറ്റിനാണ് നിൽക്കുന്നത്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതെൻ്റെ മൂത്ത മോള്, ഇതെൻ്റെ ഇളയ ആളാണ്. ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരാൾ പോസ്റ്റിങ് പോവാണ്. അപ്പോൾ അവൾക്കൊരു ടാറ്റ ബൈ ബൈ പറയാനാണ് നമ്മൾ ഈ പോകുന്നത്. നാട്ടിൽ മാത്രമല്ല, ഇവിടെയും അത്യാവശ്യം ചവറ് കൂമ്പാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ എനിക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ഷോപ്പിലോട്ട് കയറിയിട്ട് ഇതെന്താ സംഭവം നിങ്ങൾക്കറിയാമോ? നമ്മൾ താമര വിത്തെന്നൊക്കെ എല്ലാവരും തെറ്റിദ്ധരിച്ച് പറയുന്ന ഒരു സംഭവമാണ്. ഈ താമര വിത്തൊന്നുമല്ല, മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളത്തിനടിയിൽ വളരുന്ന ഒരു ചെടിയുടെ കാ തന്നെയാണ് സംഭവം. നല്ല നമ്മുടെ മരിച്ചിനിയുടെയൊക്കെ ടേസ്റ്റാണ്, കപ്പയുടെ ടേസ്റ്റാണ് ഇതിന് വരിക കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് നേരെ പോയത് ഇവളാണ് കേട്ടോ പോകുന്ന പോസ്റ്റിങ്. ഇത് അവരുടെ കുട്ടികളും കാര്യങ്ങളാണ്. ഒരാളെ പോകുന്നുള്ളൂ. ഇപ്പോൾ തലയിൽ തൊട്ടിൽ ഓളാണ് പോകുന്നത്. അനുപമ എന്നാണ് പേര് കേട്ടോ. പിന്നെ സംഭവം എന്താ വെച്ചാൽ, ഇത് നമ്മളൊരു പിസ്സ ഷോപ്പിലാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു ചെറിയൊരു എന്താ പറയുക, സൂപ്പറാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ് നമ്മൾ കയറിയിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ട്. നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. ഇവർ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇത്തിരി ദൂരെയാണ് കേട്ടോ. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി പാവങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. സംഭവം ഈ മൊബൈൽ നോക്കി പറയുന്ന വേറെ ഒന്നുമില്ല, നമ്മുടെ വെള്ളച്ചുരിദാറിട്ട ചേച്ചിയുടെ ലൈഫ് ആൻഡ് മിറാക്കിൾ എന്നുള്ള ചാനലുണ്ട്. സംഭവം ഒരുപാട് നാളായിട്ട് വ്യൂസ് ഒന്നും ഇല്ലാതെ, അതായത് ചാനലിൽ ഒന്നും പോസ്റ്റ് ചെയ്യാതെ വ്യൂസ് ഒന്നും ഇല്ലാതെ ഫ്രീസ് ആയിട്ട് കിടക്കുമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മളെല്ലാവരും കൂടെ അതിനുള്ള ചർച്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരുത്തൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ സംസാരിക്കാനാണോ വന്നത് അതോ പിസ്സ കഴിക്കാനാണോ വന്നതെന്ന്. അപ്പോൾ ദാണ്ടടാ അതേ കിടക്കുന്നു, രണ്ടുപേരും കൂടെ ഇതേ പോസ്റ്റ് ചെയ്യുന്നു. മക്കൾ അവിടെ വീഡിയോ അല്ല കേട്ടോ, ഫോട്ടോ എടുക്കാമെന്ന് അമ്മമാർ പോസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവരെ പറ്റിച്ച കാര്യമൊന്നും ഇവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും അവരെ അറിഞ്ഞിട്ടില്ല. സംഭവം നമ്മുടെ മുത്തുമണികൾ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിസയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടാണത് ചീസും കോണും കൂടെ വെച്ചിട്ടുള്ള ഒരു പിസയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവർക്ക് മാത്രം ഇവരെ അടുത്ത് കിടന്നിട്ട് ഇവർക്ക് മാത്രം വിശേഷങ്ങൾ തീർന്നിട്ടില്ല. എൻ്റെ മെയിൻ പരിപാടി പിന്നെ ഇതാണല്ലോ, കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മെയിൻ പരിപാടി. സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇയാൾക്ക് പിന്നെ പിസയൊന്നും ആവശ്യമില്ല, ഒള്ളി ജ്യൂസ് കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്, അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. സംഭവം ഇതൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ മെയിൻ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവൾ എന്നെ നൈസായിട്ടൊന്ന് ഊതിയതാണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല കേട്ടോ. അടുത്തോട്ട് കൊണ്ടുവന്ന് നല്ല പോലെ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജ്യൂസാണമ്മേ കുടിക്കുന്നതെന്ന് പറഞ്ഞ് മോളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നൂൽക്കുന്ന ചേച്ചിമാരെ കണ്ടിട്ടോ? ഇത് നൂൽക്കുന്നതല്ല, ഇവിടെ തണുപ്പ് സമയങ്ങളിൽ ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു സമയത്ത് അവർ തന്നെ, അതായത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസൊക്കെ അവർ തന്നെ സെറ്റർ ഉണ്ടാക്കുക തണുപ്പുള്ള സമയത്ത്, വിൻ്റർ സമയത്ത്. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഓരോ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടാൽ നമ്മൾ ഒറിജിനലിനേക്കാളും വല്ലുന്ന തരത്തിലാണ് ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും കേട്ടോ. കാണാൻ നല്ല ചേട്ടന്മാരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആ ചേച്ചിയുടെ വയറല്ലേ പിള്ളേരെ നിങ്ങൾ നോക്കിയത്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ വെറുതെ ഫണ്ണിയായിട്ട് എടുക്കണ്ട, പക്ഷേ ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. സംഭവം നോക്കിക്കോ, അടിപൊളിയായിട്ട് നല്ല ഫോട്ടോസാണ് കേട്ടോ. കാണാൻ ഭയങ്കര ഇമ്പമുള്ളതും കാണുമ്പോൾ നമുക്കും കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ഫോട്ടോസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും മറക്കരുത്.